സുജിത്തിനെ മർദ്ദിച്ച് പോലീസുകാരെ പിരിച്ചുവിടണമെന്ന് കോൺഗ്രസും ക്രിമിനൽ കേസെടുത്ത് മുതിർന്ന ഉദ്യോഗസ്ഥനെ അന്വേഷിക്കണമെന്ന് കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. പോലീസിനെ നിയന്ത്രിക്കുന്നത് സിപിഎം സെല്ലാണെന്നും പോലീസിനെ രാഷ്ട്രീയവൽക്കരിച്ച് ദുരുപയോഗം ചെയ്യുന്നുവെന്നും സണ്ണി ജോസഫ് ആരോപിച്ചു. ശിക്ഷ ഏറ്റവും കടുത്തതായിരിക്കണം. ഇവരെ സർവീസിൽ തുടരാൻ അനുവദിക്കാൻ പാടില്ല. സർവീസിൽ നിന്ന് ഇവരെ പിരിച്ചുവിടണം. അതാണ് ഞങ്ങളുടെ ന്യായമായ, യുക്തമായ, വ്യക്തമായ ഞങ്ങളുടെ ഡിമാൻഡ്. അതാണ് ഈ കുറ്റവാളികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. അവർക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണം. നടരാജ് തുടരുന്നുണ്ട്. നടരാജ്, നേരത്തെ തന്നെ ഈ കാര്യത്തിൽ വ്യക്തത വരുത്തിയതാണ്. കോൺഗ്രസും സുജിത്തും സസ്പെൻഷനിൽ തൃപ്തരല്ല എന്ന് ഇന്നലെ പ്രതികരിച്ചതുമാണ്. അതുതന്നെ ആവർത്തിക്കുന്നു. കെപിസിസി അധ്യക്ഷനും സുജിത്തും ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസ് ആ രീതിയിൽ പ്രതിഷേധത്തിലേക്കും കടന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിനെ സംബന്ധിച്ച് വലിയ സമ്മർദ്ദമുണ്ട്. അത്തരത്തിലൊരു പിരിച്ചുവിടൽ നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. സുജിത്തിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് വലിയൊരു വ്യഥ മനസ്സിലുണ്ട്. ചെയ്യാത്ത തെറ്റിന് ഒരു കള്ള എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ആ യുവാവിനെ പോലീസ് മർദ്ദിച്ചു. കോടതിയിൽ പോയി. കോടതിയുടെ കരുണ കൊണ്ട് മാത്രം ഇക്കാര്യത്തിൽ ഒരു വൈദ്യപരിശോധനയും മറ്റും സാധ്യമായി. മൊത്തത്തിൽ ഒരു പൊതുപ്രവർത്തനായി രംഗപ്രവേശം ചെയ്തൊരു യുവാവിന് ഉണ്ടായ ദുരനുഭവം സുജിത്തിന് വലിയ രീതിയിലുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സസ്പെൻഷൻ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കുന്നതാണ്. ഇവരെയൊക്കെ തന്നെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്ന് സുജിത്ത് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസും ഇക്കാര്യത്തിൽ ശക്തമായ പ്രക്ഷോഭത്തിന് മുതിരുകയാണ്. കാരണം ഇതൊരു വലിയൊരു ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം എന്ന് മാത്രമല്ല, രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കെ സർക്കാരിന്റെ വലിയൊരു ആയുധമാക്കി മാറ്റാൻ കൂടി കോൺഗ്രസിന്റെ ഈ വിഷയം ഉപകരിക്കും. അതുകൊണ്ട് തന്നെ ഈ വിഷയം വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയും മറ്റ് രാഷ്ട്രീയ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ പ്രതികരിച്ചതുപോലെ ഇക്കാര്യം കോൺഗ്രസ് വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സുജിത്ത് ഈ തന്നെ മർദ്ദിച്ചതിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ഈ കേസിൽ പെട്ടിട്ടില്ല. അദ്ദേഹത്തെയും കൂടി ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നിയമ നടപടിയിലേക്ക് സുജിത്ത് കടക്കുന്നുണ്ട്. അതിനുള്ള ആലോചനകൾ സുജിത്ത് നടത്തുകയാണ്. അതേസമയം തന്നെ സുപ്രീം കോടതിയിൽ CCTVകൾ പോലീസ് സ്റ്റേഷനുകളിൽ നിർബന്ധമാക്കുന്നത് സംബന്ധിച്ചുള്ള കേസിലും കക്ഷി തരാൻ സുജിത്ത് ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് ഇപ്പോൾ സസ്പെൻഷൻ എന്നൊരു നടപടിയെടുത്ത് മുഖം രക്ഷിക്കൽ ശ്രമം നടത്തിയിട്ടുണ്ട്. ഡിസ്മിസലിലേക്ക് കാര്യങ്ങൾ പോവുക അത്ര എളുപ്പമുള്ളതല്ല. അതിന് നിയമ നടപടികൾ ഏറെയാണ്. എന്തായാലും ഈ സസ്പെൻഷൻ തന്നെ ഇപ്പോൾ ഉണ്ടായത് കോൺഗ്രസിന്റെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണെന്ന് കോൺഗ്രസുകാർ അവകാശപ്പെടും. കാരണം നേരത്തെ വകുപ്പ് തല നടപടി എടുത്തതാണ് എന്ന് പറഞ്ഞ് പോലീസ് കൈവിട്ട ഒരു വിഷയമായിരുന്നു ഇത്. പക്ഷേ തുടർച്ചയായി പ്രക്ഷോഭവും ദൃശ്യങ്ങളും വന്നതോടെ നടപടിയെടുക്കാൻ സർക്കാർ നിർബന്ധിതരാവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിൽ നിർത്താനായിരിക്കും കോൺഗ്രസ് ഇക്കാര്യത്തിൽ ശ്രമിക്കുക. ശരി നടരാജ്.